നമസ്കാരം, എൻ്റെ പേര് സിൻസിക ഫ്രാൻസിസ്. ഞാൻ കള്ളിക്കാട് സെൻ്റ് അന്നാസ് LP സ്കൂളിലെ അധ്യാപികയാണ്. നമുക്കിന്ന് ഒരു പാലമൃതം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ B. വിനോദ് കുമാർ സാർ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പലവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമുണ്ട്. സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, മലയാളം ക്ലബ്ബ് എന്നീ ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ഭുവനേന്ദ്രൻ സാർ അവർകളാണ്. ഗാന്ധി ദർശൻ ക്ലബ്ബ്, കാർഷിക ക്ലബ്ബ് എന്നിവ നമ്മുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ബിനു വർഗീസ് അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. യോഗ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നമുക്ക് യോഗ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മി മാഡമാണ്. നമ്മുടെ ഒരു മധുരമൊഴി എന്ന ഒരു പുസ്തകം നമ്മുടെ BRC ട്രെയിനർ ശ്രീ ബിപിൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പഠന പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു കൈത്താങ്ങായി മധുരമൊഴി എന്ന ഒരു പുസ്തകം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. LP സ്കൂളിൽ നിരവധി കർമ്മ പരിപാടികളുടെ പ്രവർത്തനം ഇന്ന് നടക്കുകയാണ്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ തിങ്കൾ, വേഴം ദിവസങ്ങളിൽ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള പാലാണ് വിതരണം ചെയ്യുന്നത്. ചൊവ്വയും ബുധനും വെള്ളി ദിവസങ്ങളിൽ സ്പോൺസർമാരിലൂടെ കണ്ടെത്തി അവരുടെ സഹായത്തോടെ നമ്മുടെ വിദ്യാലയത്തിൽ 11-20 പാല് നൽകുന്ന ഒരു പദ്ധതിയാണ് പാലമൃതം പദ്ധതി. നമുക്ക് ഏവർക്കും അറിയാം, പാല് കാച്ചി പല കുട്ടികൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ബൂസ്റ്റ് കലർത്തി ബൂസ്റ്റ് ചേർത്ത് പാലാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ കുട്ടികളോട് ഒരുമിച്ച് ചേർന്ന് അത് കഴിക്കുമ്പോൾ അവർ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്ത് കഴിക്കുകയും അവരുടെ ശാരീരികവും അതോടൊപ്പം തന്നെ മാനസികവുമായ വളർച്ചയ്ക്കൊക്കെ പോഷക ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥം വളരെ അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. പാല് നൽകുന്ന പാലമൃതം പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുന്ന പാരൻസ്, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ്, പിന്നെ വാത്സല്യമുള്ള വിദ്യാർത്ഥികളുടെ പാരൻസ്, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാരംഗം കലാസാഹിത്യ വേദി ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ശ്രീ കള്ളിക്കാട് ഭുവനേന്ദ്രൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജനപ്രതിനിധിയായി ആദ്യമായി സ്കൂളിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുവെന്ന് സാർ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനയായി വന്നപ്പോൾ സാറ് പറഞ്ഞു അത് വേണ്ട, പാലമൃഗത്തിൽ ഒരു ദിവസം പങ്കാളിയാവണമെന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിൽ സന്തോഷം തോന്നി. അത് ഈ വർഷവും തീർച്ചയായും സാർ ആവശ്യപ്പെടുന്ന ഒരു ദിവസം അതിൽ എൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഇവിടുത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ്. അത് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർച്ചയായും ഈ സെന്റ് അന്നാസ് സ്കൂളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിൽ പ്രൈമറി വിഭാഗത്തിലും പ്രീ പ്രൈമറി വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് സെന്റ് അന്നാസ് സ്കൂള്. നമ്മുടെ ഹെഡ് മാസ്റ്ററുടെയും നമ്മുടെ PTA അതുപോലെ അധ്യാപകരുടെയും എല്ലാം കൂട്ടായ പരിശ്രമം കൊണ്ട് വളരെ മികവുറ്റ രൂപത്തിലാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറെ സഹായകരമായി നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് എന്ന നിലയ്ക്ക് ഇവിടുത്തെ സഭയുടെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും, ലോക്കൽ മാനേജർ എന്ന നിലയ്ക്ക് സഭാ ശുശ്രൂഷകന്റെ എല്ലാവിധമായിട്ടുള്ള സഹായവും എല്ലാം, അതുപോലെ സഭാ കമ്മിറ്റിയും ഒക്കെ നല്ല രൂപത്തിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം.
നമ്മുടെ എല്ലാ സ്കൂളുകളിലും സംസ്ഥാന ഗവൺമെന്റ് 2 ദിവസം പദ്ധതി ന്യൂട്രീഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ പാല് നൽകുന്നുണ്ട്. പക്ഷെ മറ്റ് സ്ഥാപനങ്ങളിൽ ആ 2 ദിവസങ്ങളിലാണ് നൽകുമ്പോൾ നമ്മുടെ സ്കൂളിൽ അത് എല്ലാ ദിവസവും നൽകാൻ ഈ വർഷമെന്നല്ല മുൻ വർഷങ്ങളിലും ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും സുമനസ്സുകളായ ചില വ്യക്തികളുടെ കൂടി സഹകരണത്തോടെ ഈ പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിൽ ഈ പാലെന്ന് പറഞ്ഞ പോലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞതുപോലെ ബൂസ്റ്റ് ഇട്ട പാല് എല്ലാവർക്കും നൽകുന്ന നല്ല ഉന്മേഷം ലഭിക്കാൻ, നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് നന്നായി പഠിക്കാൻ പ്രചോദനകരമായിട്ടുള്ള ഒരു പോഷകാഹാരമാണ് ഇവിടെ ലഭ്യമാകുന്നത്. അതുപോലെ നമ്മുടെ വിവിധ ക്ലബ്ബുകൾ, അതെല്ലാം കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവരുടെ സർഗവാസനകളെ കൂടി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി അത്തരം ക്ലബ്ബുകളൊക്കെ ഫോം ചെയ്യുന്നത്. ആ ക്ലബ്ബുകളെല്ലാം നന്നായി പ്രവർത്തിക്കട്ടെ. ഈ പാലമൃതം പദ്ധതി വെറും പാലമൃതമല്ല, അമ്മയുടെ സ്നേഹം പോലെയുള്ള പാലമൃതം പദ്ധതി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. ഈ BRCയിൽ വന്നിട്ട് ഇപ്പോൾ 6 മാസമായി. കള്ളിക്കാട് ക്ലസ്റ്ററാണ് ആദ്യം തന്നത്. 7 സ്കൂളുണ്ട്. അപ്പോൾ 7 സ്കൂളിൽ എനിക്ക് സെൻറ് അന്നാസ് LPS സ്കൂളിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഓരോ ദിനാചരണങ്ങൾ, ആ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ മത്സരങ്ങൾ ഈ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ കുഞ്ഞു മക്കൾ നിങ്ങൾ ഓരോ സമ്മാനം വാങ്ങിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഞാൻ സാറിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയൊക്കെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കാണാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ വന്നപ്പോൾ അന്ന് തന്നെ ഇവിടെ കൊയ്ത്തുത്സവം അല്ലേ സാർ? കൊയ്ത്തുത്സവം ആണ് ഇവിടെ ആദ്യം വന്ന ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു വയലിൽ നിങ്ങൾ കുട്ടികൾ നട്ട ഒരു നെൽപ്പാടം, അത് വിളവെടുപ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാമായിരുന്നു ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഞാൻ വന്ന ദിവസം പങ്കെടുത്ത പ്രോഗ്രാം.